ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജലശലാഖയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം. യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യോऽന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാം അന്യാംസ്തഹസ്തചരണശ്രവണത്വഗാധീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഓം നമോ ഭഗവതേ ശ്രീരമണായ. എല്ലാവർക്കും നമസ്കാരം. സാധാരണ ഇതിനു മുമ്പ് പ്രഭാഷണത്തിന് പോകുന്നിടത്ത് സാധാരണ ഒരു വിഷയം തരും. അപ്പോൾ ആ വിഷയത്തിൽ അധികരിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ മതി. പക്ഷേ ഇവിടെ സതിച്ചിട്ട് വിളിച്ചപ്പോൾ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, എന്തായാലും മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് കപിലോപദേശം പറയണമെന്നാണ് തോന്നിയത്. അതുകൊണ്ട് നാരായണീയത്തിലെ കപിലോപദേശത്തെ അധികരിച്ച് കുറച്ച് അതിൻ്റെ ഒരു സാരം മാത്രം പറയാമെന്നാണ് വിചാരിക്കുന്നത്. 1 മണിക്കൂറേ സമയമുള്ളൂ. അപ്പോൾ അതിൻ്റെ സാരം കുറച്ച് ഒരു 7-8 ശ്ലോകങ്ങൾ ചൊല്ലി പറയാമെന്നാണ് വിചാരിക്കണത്. ഈ ക്ഷേത്രത്തിൽ ഒരുപാട് വർഷങ്ങളായിട്ട് ഭരണിനാളിൽ ജപവും സദ്ഗ്രന്ഥ പാരായണവും സത്സംഗവും നടന്നു വരുന്നുണ്ട്. അത് വളരെ വലിയൊരു കാര്യമാണ്. കാരണം ആധ്യാത്മിക മണ്ഡലത്തിൽ ശ്രവണത്തിന് വളരെ അധികമാണ് പ്രാധാന്യം. ഈശ്വരനിലേക്കുള്ള മാർഗം വേദം ഉദ്ഘോഷിക്കുന്നത് ശ്രവണം, മനനം, നിധിധ്യാസനം എന്നിങ്ങനെയാണ്. ഇത് മൂന്നും ആധ്യാത്മിക മണ്ഡലത്തിൽ വളരെ പ്രസക്തമാണ്. അതിൽ ആദ്യപടിയാണ് ശ്രവണം. കേവലം ലൗകിക വിഷയങ്ങളെ കേൾക്കണതിനല്ല ശ്രവണം എന്ന് പറയണത്. ജീവബ്രഹ്മൈക്യ വാക്യങ്ങളെ കേൾക്കണതാണ് ശ്രവണം എന്ന പദം കൊണ്ട് അർത്ഥാക്കണത്. അതായത് ഭക്തിയുടെ രീതിയാ നോക്കുമ്പോൾ ഭഗവാനെ പറ്റിയുള്ള കഥകൾ, ഇല്ല ജ്ഞാനത്തിൻ്റെ രീതിയിലാണെങ്കിൽ ആത്മാവിനെ പറ്റി, ജീവൻ, ആത്മാവ്, അതിൻ്റെ ഐക്യം, ഇതിനെപ്പറ്റി കേൾക്കണതാണ് ശ്രവണം എന്ന് പറയുക. ഇനി മനനം എടുക്കുകയാണെങ്കിൽ ആ കേട്ടതിനെ വിചാരം ചെയ്ത് വിവേകപൂർവം ധരിക്കണതാണ് മനനം. മനുഷ്യനെ വാസ്തവത്തിൽ മനുഷ്യനാക്കണത് വിവേകം അല്ലെങ്കിൽ മനനം ചെയ്യാനുള്ള ആ ശക്തിയാണ്. മനനം ചെയ്യാനുള്ള ശക്തിയില്ലെങ്കിൽ, വിവേകമില്ലെങ്കിൽ അയാളെ മനുഷ്യനെന്ന് പറയാൻ പറ്റില്ല. അത് കേവലം മൃഗത്തിന് തുല്യം തന്നെയാണ് മനുഷ്യനും. മനുഷ്യ ശരീരമല്ല മനുഷ്യനെ മനുഷ്യനാക്കണത്, മറിച്ച് ഈ വിവേകശക്തി, മനനം ചെയ്യാനുള്ള ശക്തിയൊക്കെയാണ്. മൂന്നാമതാണ് നിധിധ്യാസനം. കേട്ടതിനെ ഉറപ്പിച്ച് ആ അനുഭവത്തിലിരിക്കണതാണ് നിധിധ്യാസനം എന്ന് പറയുക. അപ്പോൾ നിങ്ങൾ ധാരാളം ശ്രവണ സംസ്കാരമുള്ളവരാണ്, ശ്രവണ സമ്പത്തുള്ളവരാണ്. അതുകൊണ്ട് ഞാനിവിടെ പറയാൻ പോണ വിഷയം പുതിയതായിരിക്കില്ല. ഒരുപക്ഷെ നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള വിഷയമൊക്കെ തന്നെ ആയിരിക്കാം. കേട്ടിട്ടുള്ളവർക്ക് അതൊരു മനനമായിത്തീരും, അല്ലാത്തവർക്ക് ശ്രവണമായിത്തീരും. കാരണം ശാസ്ത്രം ഒരിക്കലും പുതിയതിനെപ്പറ്റി പറയണതല്ല, ശാസ്ത്രം ഉള്ളതിനെപ്പറ്റി പറയണതാണ്. രമണ ഭഗവാന്റെ ഒരു കൃതിയുണ്ട്, ഉള്ളത് 40 എന്നാണ് അതിന് പേര്. അതിൽ
ഉള്ള തല, ഉള്ള ഉണർ, ഉള്ളതോ, ഉള്ള പൊരുൾ, ഉള്ള ലറ എന്നൊക്കെ പറഞ്ഞ് ഉള്ള വസ്തുവിനെക്കുറിച്ച് 40 ശ്ലോകങ്ങളിലായിട്ട് പ്രതിപാദിക്കുന്നതാണ്. എന്താണ് ഉള്ളത്? മലയാളത്തിൽ, തമിഴിലൊക്കെ പ്രയോഗിക്കുന്ന വാക്കാണ് ഉള്ളത് എന്നുള്ളത്. ഉള്ളത് എന്നുള്ളതിനെ സത്ത് അല്ലെങ്കിൽ സത്യം എന്നൊക്കെ പറയാൻ പറ്റും. ശങ്കരാചാര്യസ്വാമികൾ സത്ത് അല്ലെങ്കിൽ സത്യത്തിന് ഭഗവത്ഗീത ഭാഷ്യത്തിൽ കൊടുക്കുന്ന ഡെഫിനിഷൻ ഏതാണോ 3 കാലത്തും 3 അവസ്ഥകളിലും മാറ്റമില്ലാതെ നിലനിൽക്കുന്നത് അതാണ് സത്യം അല്ലെങ്കിൽ സത്ത് വസ്തു എന്നാണ് പറയുക. 3 കാലങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം. 3 അവസ്ഥകൾ: ജാഗ്രത അവസ്ഥ, സ്വപ്നാവസ്ഥ, സുഷുപ്തി. അപ്പോൾ ഈ 3 കാലങ്ങളിലും 3 അവസ്ഥകളിലും മാറ്റമില്ലാതെ ഒരേപോലെ നിലനിൽക്കുന്നത് എന്താണോ അതാണ് ഉള്ള വസ്തു, അതാണ് സത്യമായിട്ടുള്ള വസ്തു. സത്യം എന്ന പദത്തിൻ്റെ നിർവചനം അതാണ്. ഒരിക്കലും മാറ്റമില്ലാതെ നിൽക്കുന്നതാണ് സത്യം. ഇനി എന്താണ് ഒരിക്കലും മാറ്റമില്ലാതെ നിൽക്കുന്ന വസ്തു എന്നാണെങ്കിൽ ഒരു ഉദാഹരണം പറയാം. അതിനു മുമ്പൊരു കാര്യം, ഈ വേദാന്തം എന്ന് പറയുന്നത് അതൊരു വലിയ ഫിലോസഫിയോ ഒരു ദർശനമോ അങ്ങനെയൊന്നും എടുക്കണ്ട. അത് നമ്മളെക്കുറിച്ച് തന്നെയുള്ളൊരു പഠനമാണ്. അവനവനെ പറ്റിയുള്ള പഠനമാണ് വേദാന്തം. നമ്മൾ ചെറുപ്പം മുതലേ 4ാം ക്ലാസ് മുതലേ പഠിക്കാൻ തുടങ്ങുന്നതാണ്. ഓരോരോ വിഷയങ്ങൾ പഠിക്കുന്നുണ്ട്, എന്തൊക്കെയോ പഠിക്കുന്നുണ്ട്. അതുപോലുള്ളൊരു പഠനമല്ല വേദാന്തം. വേദാന്തം നമ്മളെക്കുറിച്ചുള്ള പഠനമാണ്. എന്താണോ നമുക്ക് സുഖം തരണത്, എന്താണോ ആനന്ദം തരുന്നത്, എന്താണോ തൃപ്തി തരണത്, അതാണ് വാസ്തവത്തിൽ വിദ്യ എന്നാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. ഏതൊരറിവാണോ നമുക്ക് ശാന്തിയെ തരണത്, ശാന്തി എന്ന് പറഞ്ഞാൽ ആത്മാവ്, ഭഗവാൻ ശാന്തോയമാത്മാ എന്നാണ് പറയുക. ആ ശാന്തി ആത്മാവിൻ്റെ തന്നെ സ്വരൂപമാണ്, ഈശ്വരൻ്റെ തന്നെ സ്വരൂപമാണ്. അപ്പോൾ ഏതറിവാണോ ശാന്തിയെ തരുന്നത്, ആ ശാന്തിയാണ്, ആ അറിവാണ് വാസ്തവത്തിലുള്ള വിദ്യ. അപ്പോൾ ആ വിദ്യയെക്കുറിച്ചുള്ള പഠനമാണ് വേദാന്തം. അല്ലെങ്കിൽ ഇത്തരം ഗ്രന്ഥങ്ങളൊക്കെ മൂന്ന് കാലങ്ങളിലെ 3 അവസ്ഥകളിൽ മാറ്റമില്ലാതെ നിൽക്കുന്നതാണെന്ന് പറഞ്ഞു. 3 കാലങ്ങൾ എടുക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു 60 വയസ്സുണ്ട് എന്നിരിക്കട്ടെ. 60 വയസ്സുള്ള ഒരാൾ ചെറുപ്പകാലത്തെ ഫോട്ടോ എടുത്ത് നോക്കിയിട്ട് പറയും, അത് ഞാനാണ് എന്ന് പറയും. വാസ്തവത്തിൽ ഞാനാണ് എന്ന് പറയണത് ആ ശരീരത്തെ നോക്കിയിട്ടാണ്. പക്ഷേ ശരീരം പൂർണ്ണമായിട്ടും ഇവിടെ മാറിയിട്ടുണ്ട്. ഓരോ കോശങ്ങളും പരിണമിച്ചിട്ടുണ്ട്. ആ ചെറുപ്പകാലത്തിലുള്ള ആ ശരീരമല്ല നമുക്കിപ്പോൾ ഉള്ളത്. പക്ഷേ അത് ഞാനാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അവിടെ ആ ഞാൻ എന്നുള്ള അനുഭവത്തിന് യാതൊരു ചലനവും ഉണ്ടാകാത്തത് കൊണ്ടാണ്. ചെറുപ്പകാലത്തിൽ ഏതൊരു ഞാൻ എന്നുള്ള അനുഭവം ഉണ്ടോ, അതേ അനുഭവം തന്നെയാണ് നമുക്കിപ്പോഴും ഞാൻ എന്ന അനുഭവം. ഇനി എത്ര പ്രായമായാലും എത്ര വയസ്സായാലും നമ്മുടെ അനുഭവത്തിന് യാതൊരു മാറ്റവും ഉണ്ടാവണില്ല. അതേപോലെ 3 അവസ്ഥകൾ നോക്കുകയാണെങ്കിൽ ജാഗ്രത അവസ്ഥ, സ്വപ്നാവസ്ഥ, സുഷുപ്തി അവസ്ഥ. ജാഗ്രത എന്ന് പറയുന്നത് ഈ അവസ്ഥ, ഈ വേക്കിംഗ് സ്റ്റേറ്റ്, ഈ ഉണർന്നിരിക്കണ ഈ അവസ്ഥയാണ് ജാഗ്രത അവസ്ഥ എന്ന് പറയുക. ഈ അവസ്ഥയിൽ ഈ ശരീരം ഉണ്ട്, മനസ്സ് ചലിക്കുന്നുണ്ട്, ഞാൻ ഉണ്ട്. സ്വപ്നാവസ്ഥ, നമ്മൾ ഉറങ്ങുമ്പോൾ സ്വപ്നം കാണുന്ന അവസ്ഥ. ആ അവസ്ഥയിൽ ശരീരം ഉണ്ട്, പക്ഷെ ശരീരം നമ്മൾ അനുഭവിക്കുന്നില്ല. അനുഭവതലത്തിൽ ശരീരം ഇല്ല, മനസ്സ് ചലിക്കുന്നുണ്ട്. പിന്നെ സുഷുപ്തി എന്ന് പറയുന്നത് ഡീപ്പ് സ്ലീപ്പ് അല്ലെങ്കിൽ ഗാഠനിദ്ര എന്നൊക്കെ പറയും. അവിടെ ശരീരത്തിൻ്റെ അനുഭവമില്ല, മനസ്സവിടെ ചലിക്കണില്ല. അവിടെ ഞാനുണ്ടോ? ചോദ്യമാണ്. അവിടെ ഞാനുണ്ടോ? എൻ്റെ അനുഭവം ഉണ്ടോ? ഇല്ല. ഞാൻ എന്നുള്ള വ്യക്തിയുടെ അനുഭവം അവിടെ ഇല്ല. പക്ഷെ അവിടെ ഒരു ഞാനുണ്ട്. കാരണം എല്ലാവരും ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം പറയണ ഒരു വാക്യമുണ്ട്, സുഖമഹം അസ്വാപ്സം ന കിഞ്ചിത് അവേദിഷം. ഞാൻ സുഖമായിട്ട് ഉറങ്ങി, ഒന്നും അറിഞ്ഞില്ല,
ഒന്നും അറിഞ്ഞില്ല എന്നറിയണമെങ്കിൽ അവിടെ ഒരാളുണ്ടാവണം. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ മാത്രമേ ഒന്നും അറിഞ്ഞില്ല എന്നറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ അഹങ്കാരമല്ല, അഹങ്കാരമാണ് ഈ വ്യക്തിത്വം. ഇപ്പോൾ ഗോവിന്ദ് എന്ന് പറയുന്നത് ഈ വ്യക്തി അഹങ്കാരമാണ്. പക്ഷേ സുഷുപ്തിയിലുള്ളത് അഹംബോധമാണ്. നമുക്ക് 3 അവസ്ഥകളുണ്ട്: അഹംകാരം, അഹം സ്ഫൂർത്തി, അഹംബോധം. അതിൽ സുഷുപ്തിയിലുള്ളത് അഹംബോധം എന്നുള്ള ആ മണ്ഡലമാണ്. വാസ്തവത്തിൽ സുഷുപ്തിയിൽ നമ്മൾ അനുഭവിക്കുന്നത് ഈശ്വരനെ തന്നെയാണ്. ശൃംഗേരിയിലൊക്കെ മഠങ്ങളിൽ സന്യാസിമാർ ഉറക്കണീറ്റ് വരുമ്പോൾ അവർക്ക് ആരതി ഒഴിയും. കൈലാസ ദർശനം കഴിഞ്ഞ് വരികയാണെന്നാണ് അവിടുത്തെ സങ്കല്പം. കാരണം സുഷുപ്തിയിൽ ഭഗവാനെയാണ് നമ്മൾ അനുഭവിക്കുന്നത്. ആനന്ദം എന്ന് പറയുന്നത് ഭഗവാന്റെ ആനന്ദമാണ്. സുഷുപ്തിയെക്കുറിച്ച് മാണ്ഡൂക്യ ഉപനിഷത്തിൽ ഒരു ശ്ലോകമുണ്ട്: എത്ര സുപ്തോ ന കഞ്ചന കാമം കാമയതേ ന കഞ്ചന സ്വപ്നം പശ്യതി തത് സുഷുപ്തം സുഷുപ്തസ്ഥാന ഏകീഭൂത പ്രജ്ഞാനമനോഹി ആനന്ദഭുക് ചേതോമുഖ പ്രാജ്ഞ തൃതീയ പാദ ഏഷഃ സർവേശ്വരഃ ഏഷഃ സർവജ്ഞഃ ഏഷോ അന്തര്യാമി പ്രഭവാപ്യയൗ ഹി ഭൂതാനാം എന്നാ പറയുക. സുഷുപ്തിയിൽ ഏഷഃ അത് സർവേശ്വരനാണ്, സർവജ്ഞനാണ്, എല്ലാത്തിൻ്റെയും ഉദ്ഭവം അവിടെ നിന്നാണ്. നമ്മൾ കേവലം ഉറക്കത്തെ വളരെ നിസാരമായിട്ടാണ് കാണുന്നത്. പക്ഷേ വേദം അല്ലെങ്കിൽ ഉപനിഷത്ത് പറയണത് അതൊരു മഹാനിധിയാണ് എന്നാണ്. ആ സുഷുപ്തിയെ വെച്ചുകൊണ്ടാണ് പൂർവ്വസൂരികളെല്ലാവരും തന്നെ വേദാന്തത്തിൻ്റെ മാർഗത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഉള്ളിൽ ആനന്ദം ഉണ്ട് എന്ന് കണ്ടെത്തിയത് ഈ സുഷുപ്തി അവസ്ഥയെ വെച്ചുകൊണ്ടാണ്. സുഷുപ്തിയാണ് ഇതിൻ്റെയൊക്കെ അനുഭവം. ഭഗവാന്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സുഷുപ്തി മാത്രമേ ഉദാഹരണമായിട്ട് പറയാൻ പറ്റുള്ളൂ. ആ സുഷുപ്തിയിൽ നമ്മൾ അനുഭവിക്കുന്ന ശാന്തി എവിടെ നിന്ന് ഉണ്ടാവണതാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഈ ജാഗ്രത അവസ്ഥയിൽ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് സുഖം തരുന്നുണ്ട്. നല്ല നല്ല ഭക്ഷണങ്ങൾ, നല്ല വസ്ത്രങ്ങൾ, നല്ല ആഭരണങ്ങൾ, ഇങ്ങനെ ഒത്തുചേരണത്, ബന്ധുജനങ്ങൾ, ഇതൊക്കെ നമുക്ക് സുഖം തരുന്ന വസ്തുക്കളാണ്. പക്ഷെ സുഷുപ്തിയിൽ എന്താ? ഒന്നുമില്ലാതെ നമ്മളവിടെ സുഖം അനുഭവിക്കുന്നുണ്ട്. സത്യമല്ലേ? ഒന്നുമില്ലാതെയാണ് നമ്മൾ സുഖം അനുഭവിക്കുന്നത് അവിടെ. രാവിലെ 5 മണിക്ക് ഉണരേണ്ട ഒരാൾ 12 മണി 1 മണിക്ക് ഉണർന്നു കഴിയുമ്പോൾ സമയം നോക്കും. അപ്പോൾ 1 മണിയൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ ഉള്ളിലൊരു സന്തോഷം വരും. ഇനി 5-6 മണി വരെ ഉറങ്ങാലോ എന്നൊരു സുഖം ഉണ്ടാവും. ആ സുഖം എവിടെ നിന്ന് വരുന്നു? എന്താണ് ആ സുഖത്തിൻ്റെ കാരണം? ചിന്തിക്കേണ്ട വിഷയമാണത്. അപ്പോൾ ഭഗവാന്റെ ലക്ഷണം എന്ന് പറയണത്, ആത്മാവിൻ്റെ ലക്ഷണം എന്ന് പറയണത് സച്ചിദാനന്ദം ബ്രഹ്മ എന്നാണ്. സത് എന്ന് പറയണത് മുമ്പ് പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ആ 3 അവസ്ഥകളിലും 3 കാലങ്ങളിലും മാറ്റമില്ലാതെ നിൽക്കുന്നത് എന്താണോ അതാണ് സത്ത്. ചിത്ത് എടുക്കുകയാണെങ്കിൽ ഞാൻ എന്നുള്ള അനുഭവം, അതാണ് ചിത്ത്. ആനന്ദം എന്ന് പറയണത് ഇപ്പോൾ പറഞ്ഞ ആ സുഷുപ്തിയിലെ ഉദാഹരണം തന്നെയാണ്. പക്ഷേ സുഷുപ്തിയിൽ നമ്മൾ ഭഗവാനെ അനുഭവിക്കണത് നമ്മുടെ പരിശ്രമം കൊണ്ടല്ല, നമ്മളറിയാതെ നമ്മൾ അനുഭവിക്കണതാണ്. ആ അറിഞ്ഞ ആ ആനന്ദത്തെ ഇപ്പോൾ ഈ ജാഗ്രത അവസ്ഥയിൽ അനുഭവിക്കണതാണ് ഈശ്വര സാക്ഷാത്കാരം, അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം എന്നൊക്കെ പറയുക. ലോകത്തിൽ സൃഷ്ടിക്ക് ഒരാരംഭം ഉണ്ടെങ്കിൽ ആ ആരംഭം മുതൽക്കേ എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഒരേ ഒരു കാര്യത്തെയാണ്. അതാണ് സുഖം. എല്ലാവരുടെയും ആവശ്യമാണത്. സുഖം വേണം, ദുഃഖം ഉണ്ടാവരുത്. ഇതാണ് എല്ലാവരുടെയും ആഗ്രഹമല്ല, ആവശ്യമാണത്. എല്ലാവരും തിരയണതും അതിനെ തന്നെയാണ്. ഒരു കൊച്ചുകുട്ടി ഉണ്ടായി വീഴുമ്പോൾ തന്നെ കരഞ്ഞുകൊണ്ടാണ് വരിക. അപ്പോൾ ആ കുട്ടിക്ക് അമ്മ കുറച്ച് പാല് കൊടുക്കും. അപ്പോൾ കുറച്ച് നേരത്തേക്കൊരു ആശ്വാസം ഉണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും കരയും. വീണ്ടും കുറച്ച് പാല് കൊടുക്കും. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും കരയും. അങ്ങനെയാണ് അവസ്ഥ. കുറച്ചുകൂടെ വലുതായി ബാല്യാവസ്ഥയിൽ കളിപ്പാട്ടങ്ങളുടെ സുഖം ഇങ്ങനെ അന്വേഷിക്കും. ഒരു കളിപ്പാട്ടം മേടിക്കും. കുറച്ച് നാൾ അതൊക്കെ കളിക്കും. പിന്നെ അതൊരു മൂലയിൽ കിടക്കണ കാണാം. വീണ്ടും ഒരു കളിപ്പാട്ടം മേടിക്കും.
അതിനെ ഉപേക്ഷിക്കും. അങ്ങനെ ബാല്യത്തിൽ പോവും. കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞാൽ പണം, പദവി, പ്രശസ്തി, ഇതിലൊക്കെ ഒരു സുഖാന്വേഷണം നടത്തും. അതിലൊക്കെ സ്വല്പം സുഖമൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും ശാശ്വതമായൊരു സുഖം കിട്ടുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ് ചോദ്യം. ശാശ്വതമായ സുഖം ലോകത്തിൽ നിന്ന് ഒരിക്കലും കിട്ടില്ല. കാരണം ഭഗവത്ഗീത ഭഗവാൻ പറയണത് അനിത്യമസുഖം ലോകം എന്നാണ്. ഈ ലോകം അനിത്യമാണ്, അസുഖമാണ്, അതായത് അശാശ്വതമാണ്, ദുഃഖപൂർണമാണ്. അപ്പോൾ ലോകത്തിൽ സുഖത്തെ അന്വേഷിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ഒരു കഥയുണ്ട്, ഒരു ഉദാഹരണം പോലെ ഒരു കഥയുണ്ട്. ഒരാൾ ഒരു മുറിയിൽ ഒരു സാധനം തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആളോട് ചോദിച്ചു എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ വില കൂടിയൊരു രത്നം പോയി എന്ന് പറഞ്ഞിട്ട് ആ രത്നം തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൾക്കാരെല്ലാവരും കൂടി ആ രത്നം തപ്പാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി അങ്ങനെ എല്ലാവരും കൂടെ ഒന്നിച്ച് രത്നം തപ്പിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു അറിവുള്ള ഒരാൾ അങ്ങോട്ട് കടന്നു വന്നു. എന്നിട്ട് ചോദിച്ചു എന്താ പറ്റിയത്, എന്താ തപ്പിക്കൊണ്ടിരിക്കണേ? അപ്പോൾ ആൾ പറഞ്ഞു, എൻ്റെ രത്നം കാണാതെ പോയി, അതിനെയാണ് ഞാൻ തപ്പിക്കൊണ്ടിരിക്കണത് എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ ചോദിച്ചു, രത്നം പോയതെവിടെയാണ്? രത്നം പോയതവിടെ അകത്ത് ഒരു ഇരുട്ടുള്ള മുറിയിലാണ്. ആൾ ചോദിച്ചു, അപ്പോൾ ഇരുട്ടുള്ള മുറിയിലെ രത്നം പോയെങ്കിൽ അവിടെയല്ലേ തപ്പേണ്ടത്, ഈ പുറമേ തപ്പിക്കൊണ്ടിരുന്നിട്ട് എന്താണ് കാര്യം എന്ന് ചോദിച്ചു. പറഞ്ഞു, ഇരുട്ടാണ് ആ മുറിക്കുള്ളിൽ, അവിടെ കാണാൻ പറ്റില്ല, പിന്നെ എങ്ങനെ തപ്പും? ഇരുട്ടുള്ള മുറി തപ്പാൻ പറ്റില്ലല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവിടെ ഇരുട്ടാണെങ്കിൽ വെളിച്ചടിച്ചിട്ട് അവിടെ തപ്പണം. അപ്പോൾ നമ്മുടെ അനുഭവമാണത്. നമ്മുടെ ഉള്ളിൽ നിന്നാണ് ആനന്ദം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. ചെറുപ്പത്തിലെ കുട്ടികളെ എടുത്ത് നോക്കും, അവർക്ക് ഭയങ്കര സന്തോഷമാണ്. ചെറിയ കാര്യങ്ങൾ അവർ സന്തോഷിച്ചുകൊണ്ടിരിക്കും. ചെറിയൊരു കളിപ്പാട്ടം കിട്ടുമ്പോൾ ഒരു പൊട്ടിച്ചിരിക്കുന്ന കാണാം. ചെറിയ കാര്യങ്ങൾക്ക് അവർക്ക് ആനന്ദമുണ്ട്. പക്ഷേ വലുതാവും തോറുമോ ആനന്ദം കുറഞ്ഞു വരും. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ കളിപ്പാട്ടം കൊണ്ട് തന്നു കഴിഞ്ഞാൽ നമുക്കതിലൊരു ആനന്ദവും ഇല്ല, ഒന്നുമില്ല. കാരണം ആനന്ദം നമ്മളെന്തൊക്കെയോ പഠിച്ച് നമ്മുടെ ഉള്ളിലെ ആ സഹജമായിട്ടുള്ള ആനന്ദം എവിടെയോ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ആനന്ദം നഷ്ടപ്പെട്ടു പോയെങ്കിൽ തിരയേണ്ടത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്, പുറമേ അല്ല. ഇപ്പോൾ നമ്മൾ അന്വേഷിക്കുന്നത് പുറമേ ആണ്. ആധ്യാത്മിക മേഖലയിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യേണ്ട വിഷയമാണ് സുഖം, ദുഃഖം എന്നുള്ളത്. ഇത് രണ്ടും വാസ്തവത്തിൽ മനസ്സിൻ്റെ വൃത്തികൾ മാത്രമാണ്. ബുദ്ധൻ്റെ ഒരു കഥയുണ്ട്. ശ്രീബുദ്ധൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ, അതായത് പഴയ സിദ്ധാർത്ഥൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ, അറിയാലോ, വലിയ നല്ല പണമുള്ള കുടുംബത്തിലെ ആയിരുന്നു, യുവരാജാവായിരുന്നു സിദ്ധാർത്ഥൻ. അപ്പോൾ ജാതകം എഴുതിച്ചു അത്രേ. അപ്പോൾ പറഞ്ഞു, സിദ്ധാർത്ഥന് സന്യാസ ലക്ഷണം ഉണ്ട്. അപ്പോൾ സിദ്ധാർത്ഥൻ്റെ അച്ഛനോട് പറഞ്ഞു, ഇയാളെ ദുഃഖം എന്താണെന്ന് അറിയിക്കാൻ പാടില്ല. കാരണം ദുഃഖം എന്താണെന്ന് അറിയിച്ചു കഴിഞ്ഞാൽ സന്യാസിയായി പോകാനുള്ള സാധ്യതയുണ്ട്. ദുഃഖമാണ് ഇതിൻ്റെയൊക്കെ മാനദണ്ഡം. അതുകൊണ്ടാണ് കുന്തി ദുഃഖം വേണമെന്ന് പ്രാർത്ഥിക്കണത്. കാരണം ദുഃഖം വന്നാൽ വിരക്തി ഉണ്ടാവും, ഈ ലോകത്തോട് വൈരാഗ്യം ഉണ്ടാവും. വൈരാഗ്യം വന്നാൽ ഭഗവാനിലേക്ക് അടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് കുന്തി ദുഃഖം വേണമെന്ന് പറയണത്. അതുകൊണ്ട് തന്നെ ബുദ്ധൻ്റെ അച്ഛനോട് പറഞ്ഞു, ദുഃഖം എന്താണെന്ന് അറിയിക്കരുതെന്ന്. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ ദുഃഖം എന്താണെന്ന് അറിയിക്കാതെയാണ് വളർത്തിയത്. കാരണം അവർക്കതിനുള്ള പണമുണ്ട്. അപ്പോൾ ചൂട് കാലത്ത് താമസിക്കാൻ അത്തരത്തിലുള്ള കെട്ടിടങ്ങൾ, തണുപ്പ് കാലത്ത് താമസിക്കാൻ അത്രയുള്ള കെട്ടിടങ്ങൾ, അസുഖമൊന്നും വരാതിരിക്കാൻ അങ്ങനത്തെ ഭക്ഷണങ്ങൾ, ഔഷധങ്ങൾ, ഇതൊക്കെ കൊടുത്ത് ഇങ്ങനെ വളർത്തി വന്നു. അതിനുശേഷം വസുന്ധര എന്ന് പറഞ്ഞൊരു യുവതിയായിട്ട് വിവാഹം കഴിപ്പിച്ചു. ശേഷം കുട്ടിയായി. അപ്പോൾ ബുദ്ധൻ്റെ അച്ഛൻ വിചാരിച്ചു, ഇനിയപ്പോൾ കല്യാണം കഴിഞ്ഞ് കുട്ടിയായി, ഇനി സന്യാസിക്കാനൊന്നും പോവില്ലായിരിക്കും എന്ന് കരുതിയിട്ട് നാട് കാണാൻ വേണ്ടിയിട്ട് വിടുകയാണ്. കാരണം അടുത്ത രാജാവ് ബുദ്ധനാണല്ലോ. അപ്പോൾ നാട് കാണാൻ വേണ്ടി വിടുമ്പോൾ ചെന്ന എന്ന് പറഞ്ഞുള്ളൂ തേരാളിയുടെ കൂടെയാണ് ബുദ്ധനെ വിടണത്. അപ്പോൾ ചെന്ന എന്ന് പറഞ്ഞ തേരാളിയും ബുദ്ധനും കൂടെ യാത്രയായി. പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആദ്യം തന്നെ ഒരു പ്രായമായിട്ടുള്ള ആളെ കണ്ടു. ആളുടെ ദേഹമൊക്കെ പൊട്ടി ഒലിച്ച് എന്തോ വ്രണമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ബുദ്ധൻ ചോദിച്ചു, ആ ചെന്ന എന്ന് പറഞ്ഞ ആളോട് ചോദിച്ചു, എന്താ പറ്റിയത്? അപ്പോൾ പറഞ്ഞു, അത്
അസുഖമാണ്, ഇതെല്ലാവർക്കും ഉണ്ടാവുന്ന രോഗമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കും അങ്ങനെ ഉണ്ടാവുമോ? നിനക്കും അങ്ങനെ ഉണ്ടാവും. എൻ്റെ ഭാര്യ വസുന്ധരയ്ക്ക് അങ്ങനെ ഉണ്ടാവുമോ? നിൻ്റെ ഭാര്യ വസുന്ധരയ്ക്കും അങ്ങനെ ഉണ്ടാവും എന്നല്ല, ഉണ്ടാവാം. കുട്ടിക്കും എല്ലാവർക്കും ഇങ്ങനെ ഉണ്ടാവും. ആദ്യത്തെ ഒരു ഷോക്കായിരുന്നു അത്. പിന്നെ മുമ്പോട്ട് പോയി, ഒരു കുട്ടി, ഒരു ജനക്കൂട്ടം കണ്ടു. ജനക്കൂട്ടത്തിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ കുട്ടി മരിച്ചു കിടക്കുകയാണ് അവിടെ, മരിച്ച ഒരു വീട്. അപ്പോൾ ചോദിക്കുകയാണ്, ഇതെന്താണ്, ചെറിയ കുട്ടികളൊക്കെ മരിച്ചു പോകുന്നല്ലോ എന്ന് ചോദിച്ചു. അങ്ങനെയൊക്കെ ഉണ്ടാവും, ഇത് ലോകത്തിൻ്റെ പ്രകൃതിയുടെ നിയമമാണ് ഇങ്ങനെയൊക്കെ, നമുക്കതിലൊന്നും യാതൊരു നിയന്ത്രണവും ഇല്ല. അത് രണ്ടാമത്തെ ഷോക്കായി. അങ്ങനെ നാട് കാണും തോറും ഓരോരോ അനുഭവങ്ങൾ ബുദ്ധന് ഉണ്ടാവുകയാണ്. അപ്പോൾ ബുദ്ധൻ അവസാനം ചെന്നൈയോട് ചോദിക്കുന്നുണ്ട്, എന്താണ് എനിക്ക് പരിഹാരം, ഈ ദുഃഖത്തിൽ നിന്നൊരു മോചനം എനിക്കില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രഥം വീണ്ടും മുമ്പോട്ട് നീങ്ങിയിട്ട് ഒരു വൃക്ഷച്ചുവട്ടിലെത്തി. വൃക്ഷച്ചുവട്ടിൽ കണ്ണടച്ച് ധ്യാനിച്ച് ഒന്നും ബാധിക്കാതെ ഇരിക്കണ ഒരു ജ്ഞാനിയാണ് കാണിച്ചു കൊടുക്കുന്നത്. ഇതാണ് ഇതിനുള്ള പരിഹാരം. ഇതിനർത്ഥം സന്യസിക്കണം എന്നുള്ളതല്ല, ഭഗവാനെ അറിഞ്ഞ് തന്നെത്താൻ അറിഞ്ഞ് സ്വസ്ഥമായിട്ട് ഇരിക്കലാണ് ഈ ദുഃഖത്തിൽ നിന്നുള്ള മോചനം എന്നതാണ്. അപ്പോൾ അതിലൊരു ശ്ലോകമുണ്ട്, യതി ജന്മജരാ മരണം ന ഭവേത്, യതി ഇഷ്ടവിയോഗ ഭയം ന ഭവേത്, യതി സർവമനിത്യമിതം ന ഭവേത്, ഇഹ ജന്മനി കസ്യ രിതിർന്ന ഭവേത്. ഇവിടെ ഈ ലോകത്തിൽ ജന്മം, ജര, മരണം എന്നിവയൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ, ഇവിടെ ഇഷ്ടവിയോഗ ഭയമില്ലായിരുന്നുവെങ്കിൽ, നമുക്ക് നമ്മുടെ മരണത്തെക്കാളും ഭയമാണ് നമ്മുടെ കൂടെയുള്ളവരുടേത്. കാരണം നമ്മുടെ മരണം നമ്മൾ അറിയണമെന്നില്ല, അതൊരുറക്കം പോലെ അങ്ങോട്ട് കഴിഞ്ഞു പോകും. പക്ഷേ നമ്മുടെ കൂടെയുള്ളവരുടെ മരണം നമ്മളെ വല്ലാണ്ട് ബാധിക്കും. അപ്പം അങ്ങനെയുള്ളവരുടെ മരണം ഇല്ലായിരുന്നുവെങ്കിൽ, ഈ ലോകത്തൊന്നും അനിത്യമല്ലായിരുന്നുവെങ്കിൽ, ഈ ലോകത്ത് ആരാണ് രമിക്കാത്തത് എന്നുള്ളതാണ് ശ്രീബുദ്ധൻ്റെ ചോദ്യം. ഇത് നമ്മളോട് ഓരോരുത്തരോടും ഉള്ള ചോദ്യമാണ്. അപ്പോൾ ദുഃഖമാണ് ലോകത്ത് കൂടുതലും ഉള്ളത്, സുഖത്തേക്കാളും ഒക്കെ ഉപരി. എല്ലാ കർമ്മങ്ങളും നമ്മൾ ചെയ്യണത് സുഖം വേണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ്. സുഖായ കർമാണി കരോതി ലോകോ എന്നാണ് ഭാഗവതം പറയണത്. സുഖത്തിനായിക്കൊണ്ടാണ് നമ്മളെല്ലാവരും കർമ്മം ചെയ്യണത്. പക്ഷെ സുഖത്തിന് മാത്രം ആയിക്കൊണ്ട് എന്നൊരു കർമ്മമില്ല. ഈ ലോകത്ത് എല്ലാം പോസിറ്റീവായി എടുക്കണം എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയൊന്നും ഇല്ല വാസ്തവത്തിൽ. കാരണം എല്ലാ കർമ്മങ്ങൾക്ക് രണ്ട് വശമുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, സാധാരണ ഒരു പൂച്ചയ്ക്ക് കുറച്ച് പാല് കൊടുക്കുക എന്നിരിക്കട്ടെ. പാല് കൊടുക്കുമ്പോൾ ഒരു പാത്രത്തിൽ പാല് കൊടുക്കുകയാണ്, ആ പൂച്ച പാല് കുടിക്കണം. പാല് കുടിക്കുന്ന സമയത്ത് പൂച്ചയ്ക്ക് പാല് കുടിക്കുന്നുണ്ട്, പൂച്ചയ്ക്കതൊരു സുഖമാണ്. പക്ഷേ കുറച്ച് നേരം കഴിയുമ്പോൾ ആ പാലവിടെ മിച്ചം കിടപ്പുണ്ടെങ്കിൽ കുറേ ഉറുമ്പുകൾ വന്നിട്ട് ചത്ത് പൊന്തി കിടക്കുന്നത് കാണാം. അപ്പോൾ അതൊരു നെഗറ്റീവ് സൈഡാണ്. അപ്പോൾ എല്ലാ കർമ്മങ്ങളും ഇങ്ങനെ തന്നെയാണ്. എല്ലാ കർമ്മങ്ങൾക്കും സുഖമുണ്ട്, ദുഃഖമുണ്ട്. അപ്പോൾ ഇതിനുള്ള പരിഹാരം എന്താണ്? പരിഹാരം ഈശ്വരനെ അറിയുക എന്നുള്ളതാണ് ഇതിനുള്ള ഏക പരിഹാരം. ഒരേ ഒരു പരിഹാരം അത് മാത്രമാണ്. ഇനി എങ്ങനെ ഈശ്വരനെ അറിയാം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ഗ്രന്ഥങ്ങളൊക്കെ ഗുരുക്കന്മാർ നമുക്ക് തന്നിട്ടുള്ളത്. എല്ലാ ഗ്രന്ഥങ്ങളുടെയും എല്ലാ വേദാന്ത ശാസ്ത്രങ്ങളുടെയും ലക്ഷ്യം അവനവനെ അറിയുക എന്നുള്ളതാണ്. അവനവനെ അറിയണത് തന്നെയാണ് ഈശ്വര സാക്ഷാത്കാരം, ആത്മസാക്ഷാത്കാരം എന്നൊക്കെ പറയണത്. ആ ജീവിതക്രമത്തെയാണ് ധർമ്മം എന്ന് പറയണത്. ശങ്കരാചാര്യർ പറയുന്നുണ്ട്, ഏത് ജീവിതക്രമത്തിൽ ജീവിച്ചാലാണോ അഭ്യുദയവും നിശ്രേയസവും ഉണ്ടാവണത്, അതാണ് ധർമ്മം. അഭ്യുദയം എന്ന് പറയണത് ലൗകികമായ ഐശ്വര്യങ്ങൾ, അതുപോലെ തന്നെ ആധ്യാത്മികമായ പുരോഗതി. ഇത് രണ്ടും എപ്രകാരം ജീവിച്ചാൽ ഉണ്ടാവുമോ അതിനെയാണ് ധർമ്മം എന്ന് പറയുക. ആ ധർമ്മത്തിന് കോട്ടം തട്ടുമ്പോഴാണ് ഇവിടെ ഓരോരോ അവതാരങ്ങളും ഉണ്ടാവുക. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. എല്ലാവരും വിചാരിക്കുക, ഈ ശ്ലോകം കേൾക്കുമ്പോൾ ധർമ്മത്തിനായിട്ട് വരിക എന്ന് പറയുമ്പോൾ
ദുഷ്ടന്മാരെയൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ടാണെന്ന് വിചാരിക്കും. അങ്ങനെയല്ല. ഈ അറിവ് എപ്പോഴാണോ ഈ ലോകത്തുനിന്ന് പതുക്കെ പതുക്കെ മങ്ങാൻ തുടങ്ങണത്, അപ്പോൾ ഓരോരോ അവതാരങ്ങളായിട്ട് ഓരോരുത്തർ വരും. ശ്രീരാമകൃഷ്ണദേവനും രമണ മഹർഷിയും വിവേകാനന്ദ സ്വാമികളും എല്ലാവരും അതിന് ഉദാഹരണമാണ്. ഇവിടെ ഈ കപിലനും അതിൻ്റെ ഉദാഹരണമാണ്. കപില ഭഗവാൻ ആരെയും കൊല്ലാൻ വേണ്ടി വന്ന ഒരാളല്ല. കൊന്നിട്ടല്ല ധർമ്മം അദ്ദേഹം പാലിച്ചത്, ശുദ്ധമായ ജ്ഞാനത്തെ പ്രദാനം ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഭാഗവതം തൃതീയ സ്കന്ധാവസാനത്തിൽ 25-ാം അധ്യായം മുതൽ 33-ാമത്തെ അധ്യായം 9 അധ്യായങ്ങളിലായിട്ടാണ് കപിലോപദേശം വർണ്ണിക്കണത്. വളരെ വലിയ കുറേ വിസ്തരിച്ചാണ് ഭാഗവതത്തിൽ പറയണത്. പക്ഷേ നാരായണീയത്തിൽ വളരെ ചുരുക്കി അതിൻ്റെ ഒരു സാരം മാത്രമേ പറയണുള്ളൂ. നമുക്ക് ആദ്യത്തെ ശ്ലോകം നോക്കാം. എല്ലാ ശ്ലോകമൊന്നും വായിക്കണില്ല. മതിരിഹ ഗുണസക്ത ബന്ധകൃത്യേഷസക്ത തുമൃതകൃതു പരുന്ധേ ഭക്തിയോഗസ്തു ശക്തിം മഹദനുഗലഭ്യ ഭക്തിരേവാത്ര സാധ്യ കപിലതനുരിതിത്വം ദേവഹൂത്യൈന്യഗാധി. കപിലൻ ബ്രഹ്മാവിൽ നിന്നുണ്ടായ മനുവിന് 3 പെൺകുട്ടികൾ. അതിൽ രണ്ടാമത്തെ മകളായ ദേവഹൂതിയുടെ ഭർത്താവ് കർദമ പ്രജാപതി. അവരുടെ 9 പെൺകുട്ടികൾക്ക് ശേഷം ഉണ്ടായ ഒരു പുത്രനാണ് കപിലൻ. അപ്പോൾ ഈ 9 പെൺകുട്ടികൾ ഉണ്ടായതിനു ശേഷം 10ാമത് കപിലനും കൂടെ ഉണ്ടായി. അതിനുശേഷം കർദമ പ്രജാപതി അവധൂതനായിട്ട് സന്യാസം എടുത്ത് വനത്തിലേക്ക് പോവാണ്. അതിനുശേഷം ദേവഹൂതിക്ക് വല്ലാത്ത വൈരാഗ്യവും വിരക്തിയൊക്കെ ഉണ്ടായി. വിരക്തി ഉണ്ടായപ്പോൾ ഗുരു മുമ്പിൽ വന്നു. ആരാ ഗുരു? സ്വപുത്രൻ തന്നെയാണ് ഗുരു. നമുക്ക് എപ്പോൾ വിരക്തി ഉണ്ടാകുന്നോ ആ സമയത്ത് ഗുരു മുമ്പിൽ വരും, അത് തീർച്ചയാണ്. അപ്പോൾ ഇവിടെ ഗുരു ആയത് സ്വന്തം പുത്രൻ തന്നെയാണ്. ഇവിടെ പറയുകയാണ്, അപ്പോൾ ദേവഹൂതി കപിലിനോട് പറയാണ്, എനിക്ക് സ്വസ്ഥത വേണം. ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും എനിക്ക് മടുത്തു. ഈ ലോകത്തിലൊന്നും നിത്യമായിട്ടില്ല. എനിക്ക് ഈ ലോകത്തിൽ നിന്ന് ഒന്നും നേടാനുമില്ല. അപ്പോൾ എനിക്ക് സ്വസ്ഥത വേണം, ശാന്തി വേണം എന്ന് പറയുകയാണ്. ശാന്തി ഇല്ലാത്തവന് സുഖമില്ല. ഭഗവത്ഗീത പറയുന്നുണ്ട്, അശാന്തസ്യ കുതസുഖം എന്നാണ് ചോദിക്കുക ഭഗവാൻ. ശാന്തി ഇല്ലാത്തവന് സുഖമില്ല. അപ്പോൾ എനിക്ക് ശാന്തി വേണം എന്ന് പറഞ്ഞിട്ട് കപിലൻ്റെ അടുത്തേക്ക് സമീപിക്കുകയാണ്. അപ്പോൾ അതിന് ശേഷമുള്ള കപിലൻ തൻ്റെ അമ്മയോട് പറയണ ഉപദേശങ്ങളാണ് ഇതെല്ലാം. ഇഹ ഗുണസക്താഹ മതിഹി ബന്ധകൃത്ത് തേഷു അസക്താഹ തു അമൃതകൃത്ത്. ഈ ലോകത്ത് സുഖവിഷയങ്ങളിൽ ആസക്തി ഉണ്ടായാൽ ബുദ്ധി സംസാര ബന്ധനത്തിന് കാരണമായിത്തീരും. അവയിൽ ആസക്തി ഇല്ലെന്ന് വന്നാൽ അത് സ്വാഭാവികമായിട്ടും മോക്ഷത്തിന് കാരണമായിട്ട് തീരും. നാരദ ഭക്തിസൂത്രത്തിൽ പറയും, അന്യാശ്രയാണാം ത്യാഗഹ എന്ന്. മറ്റാശ്രയങ്ങളെയൊക്കെ ഉപേക്ഷിക്കലാണ് വേണ്ടത്. നമ്മളിപ്പോൾ എന്തിനേക്കോ ആശ്രയിച്ചുകൊണ്ടിരിക്കുകയാണ്. പണത്തെ ആശ്രയിക്കുന്നു, മറ്റ് ജനങ്ങളെ ആശ്രയിക്കുന്നു, പലതിനെ ഇങ്ങനെ ആശ്രയിച്ചുകൊണ്ടിരിക്കുകയാണ്. പണം വേണ്ട എന്നോ ഒന്നുമല്ല ഇതിൻ്റെ അർത്ഥം. പണത്തെ ആശ്രയിക്കരുത്, പണത്തെ വ്യവഹരിക്കാം. പണം വ്യവഹരിക്കാനുള്ളതാണ്, ആശ്രയിക്കാനുള്ളതല്ല. ആശ്രയിച്ചു കഴിഞ്ഞാൽ നമ്മളെന്താണോ ആശ്രയിക്കണത് അതെല്ലാം ദുഃഖത്തെ തരും. അപ്പോൾ എന്തിനെ ആശ്രയിക്കണം? ഭഗവാനെ ആശ്രയിക്കണം, ആത്മാവിനെ ആശ്രയിക്കണം. അപ്പോൾ ലോകത്തിൽ നമ്മൾ ആസക്തി ഉണ്ടായാൽ, എന്തിനെങ്കിലും ആശ്രയിച്ചാൽ ആ ബുദ്ധി സംസാര ബന്ധനത്തിന് കാരണമായിത്തീരും. അവയിൽ ആസക്തി ഇല്ലെന്ന് വന്നാൽ അത് മോക്ഷത്തിന് കാരണമായിത്തീരും. ഇവിടെ പറയാണ്, അത്ര മഹദനുഗമലഭ്യ ഭക്തി ഏവ സാധ്യ. ഇവിടെ മഹാന്മാരുടെ സംസർഗത്തിൽ ഉണ്ടാവണ ആ ഭക്തിയാണ് സമ്പാദിക്കേണ്ടതെന്നാണ് പറയാം. ഭജഗോവിന്ദത്തിൽ ശങ്കരാചാര്യർ പറയുന്നുണ്ട്, സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി. സത്സംഗം എന്ന് പറയുന്നത് ജ്ഞാനികളായിട്ടുള്ള സംസർഗം. ആ സംസർഗത്തിലൂടെ ഈശ്വരനെ അറിഞ്ഞവരായിട്ടുള്ള അവരുടെ സംസർഗത്തിലൂടെ സത്സംഗത്വേ നിസ്സംഗത്വം ഉണ്ടാവും. അതായത് സംഘം
കുറയും, ലോകത്തിലോടുള്ള അറ്റാച്ച്മെൻറ്റ് കുറയും. അതിലൂടെ നിർമോഹത്വം ഉണ്ടാവും. നിർമോഹത്വം എന്ന് പറയണത് ആഗ്രഹങ്ങൾ കുറയും. ആഗ്രഹങ്ങൾ വാസ്തവത്തിൽ ഭക്തി എന്നൊക്കെ പറയണത് വേണം 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 എന്നുള്ള ചിന്തയല്ല, മതി എന്നുള്ള ചിന്തയാണ്. എനിക്ക് എല്ലാം മതിയായി, ഇനി എനിക്ക് ഭഗവാനെ മാത്രം മതി എന്നുള്ള ചിന്തയാണ് വാസ്തവത്തിലുള്ള ഭക്തി. അതാണ് നിർമോഹത്വം എന്നുള്ള അവസ്ഥ. നിർമോഹത്വേ നിശ്ചല തത്വം. മോഹം കുറയുമ്പോൾ മനസ്സ് ശാന്താവും, മനസ്സ് നിശ്ചലാവും. പരോഹി യോഗ മനസ്സഹ സമാധി എന്ന് പറയുക. പരമമായ യോഗം എന്താണ്? ആ മനസ്സിൻ്റെ സമാധി, മനസ്സിനെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് അടക്കുക. ഇതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം. ഈശ്വരനെ അറിയാൻ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറയുക. പക്ഷേ മനസ്സിനെ ശാന്താക്കാൻ, മനസ്സിനെ അടക്കാൻ സാധന, ഉപാസന ഇവിടെയൊക്കെ ആവശ്യമുണ്ട്. പതഞ്ജലി യോഗസൂത്രത്തിൽ പറയണത് യോഗ ചിത്തവൃത്തി നിരോധ എന്നാണ്. ചിത്തവൃത്തികളുടെ നിരോധമാണ് യോഗം. അപ്പോൾ ആ യോഗമാണ് നേടേണ്ടത് എന്നാണ് ആദ്യത്തെ ശ്ലോകത്തിൽ കപിലൻ ദേവഹൂതിയോട് പറയണത്. രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയണു, പ്രകൃതിമഹദഹങ്കാരാശ്ച മാത്രാശ്ച ഭൂതാന്യപി ഹൃതവിദശാക്ഷി പൂരുഷ പഞ്ചവിംശഃ ഇതി വിദിത വിഭാഗോ ഉച്യതേസൗ പ്രകൃത്യ കപിലതനുരിതിത്വം ദേവഹൂത്യൈനഗാധി. സാഖ്യദർശനത്തെക്കുറിച്ചാണ് ഇവിടെ പറയുക. ഭാരതീയ ദർശനങ്ങൾ രണ്ടായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഒന്ന് ആസ്തിക ദർശനം, രണ്ട് നാസ്തിക ദർശനം. അതിൽ ആസ്തിക ദർശനങ്ങൾ 6 സാഖ്യദർശനം, യോഗദർശനം, ന്യായദർശനം, വൈശേഷിക ദർശനം, പൂർവമീമാംസാ ദർശനം, ഉത്തരമീമാംസാ ദർശനം. നാസ്തിക ദർശനങ്ങൾ 3 ബൗദ്ധദർശനം, ജൈനദർശനം, ചാർവാക ദർശനം. ഇതിൽ സാഖ്യദർശനത്തിൻ്റെ ആചാര്യനായിരുന്നു കപില മഹർഷി. അപ്പോൾ എല്ലാ ദർശനങ്ങൾക്കും കുറേ നിയമങ്ങളുണ്ട്. അതായത് ലോകത്തെക്കുറിച്ചും ഈശ്വരനെക്കുറിച്ചും ഒക്കെ പറയുന്ന കുറച്ച് നിയമങ്ങളുണ്ട്. ഇവിടെ സാഖ്യ ദർശനത്തിൽ പറയണത് 25 തത്വങ്ങളെക്കുറിച്ചാണ്. എന്താണ് 25 തത്വങ്ങളെന്ന് വളരെ ചുരുക്കി പറയാം. മൂലപ്രകൃതി ആണ് ഒന്നാമത്തെ തത്വം. പ്രപഞ്ചത്തിൻ്റെ തന്നെ ആദ്യ കാരണമാണ് മൂലപ്രകൃതി എന്ന് പറയുന്നു. അടുത്തത് മഹത്തത്വം. മഹത്തത്വം എന്ന് പറയുന്നത് ബുദ്ധി. അടുത്തത് അഹങ്കാരം, അതായത് ഞാനെന്നുള്ള ഭാവം, അതാണ് അഹങ്കാരം. 3 പിന്നെ 5 തന്മാത്രകൾ, ശബ്ദസ്പർശ രൂപരസഗന്ധം എന്നുള്ളതാണ് 5 തന്മാത്രകൾ. അടുത്തതാണ് അന്ധക്കരണം. അതായത് അന്ധക്കരണം എന്ന് പറഞ്ഞാൽ മനസ്സ്, ഈ വൃത്തികൾ, അത് തന്നെയാണ് മനസ്സ്. അടുത്തത് 5 കർമ്മേന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ. 5 കർമ്മേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് വാക്, പാണി, പാദ, വായു, ഉപസ്ഥം എന്ന് പറയുന്നത് 5 കർമ്മേന്ദ്രിയങ്ങൾ. ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് ചെവി, കണ്ണ്, മൂക്ക്, ത്വക്ക്, വായ. ഇത് 5 ജ്ഞാനേന്ദ്രിയങ്ങൾ. പിന്നെ പഞ്ചമഹാഭൂതങ്ങൾ, അത് ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, അങ്ങനെ 5 പഞ്ചമഹാഭൂതങ്ങൾ. ലാസ്റ്റത്തെ പുരുഷൻ. ഇതാണ് 25 തത്വങ്ങൾ. രണ്ടാമത്തെ ശ്ലോകത്തിൽ ഇതാണ് പറയണത്. അടുത്ത ശ്ലോകം, പ്രകൃതിഗണഗുണൈക്യൈർനാജ്യതേ പൂരുഷോയം യദിതു സജതി തസ്യാം തദ്ഗുണാംസ്താം ഭജേരൻ മദനു ഭജനതത്വാലോചനൈ സാപ്യപേയാത് കപിലതനുരിതിത്വം ദേവഹൂത്യൈനഗാധി. അയം പുരുഷഃ പ്രകൃതിഗത ഗുണാഖ്യൈഹി ന അജ്യതേ. ഈ പുരുഷനിൽ 25ാമത് പറഞ്ഞ ആ തത്വമായ പുരുഷനിൽ ജനന മരണാദികളൊന്നും ബാധിക്കണില്ല എന്നാണ് പറയണത്. അതായത് പുരുഷന് മരണമില്ല, ജനനമില്ല. പുരുഷൻ എന്ന് പറയുന്നത് ആ ജീവൻ, ആ ഈശ്വര തത്വത്തെ തന്നെയാണ് പുരുഷൻ എന്ന് പറയണത്. മരണം ആർക്കാണ്? ജനന ആർക്കാണ്? കേവലം ശരീരത്തിന് മാത്രമാണ് ജനന മരണാദികളും അസുഖങ്ങളും ഒക്കെ, അതായത് രോഗങ്ങളൊക്കെ ബാധിക്കണത്. പുരുഷനെ അതൊന്നും ബാധിക്കണില്ല. അതുകൊണ്ട്
ആ പുരുഷനെ, ആ ഭഗവാനെ ധ്യാനിക്കുക, എൻ്റെ തത്വം ആലോചിക്കുക. അങ്ങനെ ചെയ്താൽ ആ പ്രകൃതി ഒഴിഞ്ഞു മാറും എന്ന് കപിലൻ അമ്മയോട് പറയണു. അടുത്തത് അഷ്ടാംഗയോഗമാണ് പറയണത്. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം എന്നൊക്കെ പറഞ്ഞ 8 എണ്ണം. അതിനെ വിശദീകരിച്ച് ഇപ്പോൾ പറയണില്ല. അടുത്ത ശ്ലോകം, 5ാമത്തെ ശ്ലോകം. മമ ഗുണഗണലീലാ കർണനൈ കീർത്തനാദ്യേർ മയി സുരസതിദോഘ പ്രഖ്യചിത്താനുവൃത്തി ഭവതി പരമഭക്തി സാഹി മൃത്യോർജിതേത്രി കപിലതനുരിതിത്വം ദേവഹൂത്യൈന്യഗാധി. മുമ്പ് പറഞ്ഞ ജ്ഞാനയോഗത്തെക്കാളും അഷ്ടാംഗയോഗത്തെക്കാളൊക്കെ എളുപ്പമാണ് ഭക്തിയോഗം എന്നാണ് ഇവിടെ കപിലൻ തൻ്റെ അമ്മയോട് പറയണത്. എൻ്റെ ഗുണഗണങ്ങളും ലീലകളും നാമസങ്കീർത്തനവും സ്വരൂപധ്യാനവും നിങ്ങളിവിടെ ഈ ഭരണിക്ക് ചെയ്യണം എന്താണോ അതൊക്കെ തന്നെ. അതൊക്കെ ചെയ്ത് ഈ ഗംഗാപ്രവാഹം പോലെയുള്ള ഈ ചിത്തവൃത്തികളെ കുറച്ച് വന്നാൽ, ആ ചിത്തവൃത്തികൾ ഭഗവാന്റെ നേർക്ക് തിരിഞ്ഞാൽ അതാണ് ഉത്കൃഷ്ടമായ ഭക്തി. 9 തരത്തിൽ ഭക്തിയെ പറയുന്നുണ്ട്. പരാഭക്തിയിലേക്കുള്ള 9 പടികളെപ്പറ്റി പറയുന്നുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഇങ്ങനെ 9 പടികൾ. ഇതാണ് അതിലും മുമ്പ് പറഞ്ഞ പോലെ ശ്രവണമാണ് ആദ്യത്തെ പടി. അപ്പോൾ ഇതാണ് വളരെ എളുപ്പമുള്ള പടിയെന്ന് കപിലൻ അമ്മയോട് പറയുകയാണ്. അടുത്ത ശ്ലോകത്തിൽ പറയണു, അഹഹ ബഹുലഹിംസ സഞ്ചിതാർത്ഥൈ കുടുംബം പ്രതിദിനമനുപുഷ്ണൻ സ്ത്രീജിതോ ബാലലാളി വിശതി ഗൃഹസക്തോ യാതനാം മയ്യഭക്ത കപിലതനുരിതിത്വം ദേവഹൂത്യൈന്യഗാധി. അഹഹ എന്ന് പറഞ്ഞാൽ കഷ്ടം എന്നാണ് പറയുക. അഹഹ മയി അഭക്ത ബഹുലഹിംസ സഞ്ചിതാർത്ഥൈ പ്രതിദിനം കുടുംബം അനുപുഷ്ണൻ. അതായത് എന്നിൽ ഭക്തിയില്ലാത്തവൻ, എന്നിൽ ശ്രദ്ധയില്ലാത്തവൻ പലതരം ഹിംസകൾ ചെയ്ത്, അതായത് അധർമ്മത്തിലൂടെ ധാരാളം ഹിംസകൾ ചെയ്ത് സമ്പാദിച്ച ധനം കൊണ്ട്, പണം കൊണ്ട് പ്രതിദിനം കുടുംബം അനുപുഷ്ണൻ, അതായത് നാൾതോറും കുടുംബം ഇങ്ങനെ പുലർത്തിക്കൊണ്ടുവരുന്നു. സ്ത്രീകൾക്ക് കീഴടങ്ങിക്കൊണ്ടും കുട്ടികളെ കളിപ്പിച്ചുകൊണ്ടും ഗൃഹകാര്യങ്ങളിൽ മുഴുകി കഴിയുന്നവനായിട്ട് അവൻ ജീവിക്കുന്നു എന്നാണ് പറയുക. ഭഗവത് ഭക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ കുടുംബാസക്തി കുറയും. ഇതിൻ്റെ അർത്ഥം കുടുംബം വേണ്ട എന്നോ വിവാഹം ചെയ്യണ്ടെന്നോ കുട്ടികൾ വേണ്ടെന്നോ കുട്ടികളെ കളിപ്പിക്കണ്ടെന്നോ ഒന്നുമല്ല. ആസക്തി കുറയണം എന്നുള്ളതാണ്. കാരണം ആസക്തി ദുഃഖത്തിന് കാരണമായി തീരും. ഇവിടെ പറയണത് അധർമ്മ രീതിയാൽ ഉള്ള പണസമ്പാദനത്തെക്കുറിച്ചും ഒക്കെയാണ്. അടുത്ത ശ്ലോകത്തിൽ പറയണു യുവതി ജഡരഖിന്നോ ജാതബോധോപ്യകാണ്ഡേ പ്രസവകളിതബോധ പീഡയോ ലംഘ്യ ബാല്യം പുനരഭിബധമുഹ്യത്യേവ താരുണ്യകാലേ കപിലതനുരിതിത്വം ദേവഹൂത്യൈന്യഗാധി. നമ്മൾ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടിയാണ് ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ കിടക്കുക. അപ്പോൾ ആ സമയത്ത് ഇവിടെ പറയണത് ഒരു സങ്കല്പം എന്താണെന്ന് വെച്ചാൽ, സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ കിടന്ന് നമ്മൾ ദുഃഖിക്കും അത്രേ. അപ്പോൾ വിചാരിക്കും ആ സമയത്ത് എത്രയും പെട്ടെന്ന് പുറത്ത് വന്ന് യഥാർത്ഥ ജ്ഞാനം ഉണ്ടായാൽ മതിയായിരുന്നു എന്ന് വിചാരിക്കും. പക്ഷേ പുറമേ വന്നു കഴിയുമ്പോഴോ ആ ജ്ഞാനം നഷ്ടപ്പെട്ട് വീണ്ടും ഈ ലോകത്തിൻ്റെ പിന്നാലെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞെന്താ, ബാലസ്താവത് ക്രീഡാസക്തഃ തരുണസ്താവത് തരുണീസക്തഃ വൃദ്ധസ്താവത് ചിന്താസക്തഃ പരമേ ബ്രഹ്മണി കോപി ന സക്തഃ. കുട്ടികളായിരിക്കുമ്പോൾ കളികളിൽ ആസക്തരായിട്ടിരിക്കും. കുറച്ചുകൂടെ വലുതായാൽ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ആസക്തിയോടുകൂടിയിരിക്കും. പ്രായമായി കഴിഞ്ഞാലോ പണ്ട് നടന്ന കാര്യങ്ങളും പേരക്കുട്ടികളെ കുറിച്ചൊക്കെ ആലോചിച്ച് ഇങ്ങനെ അതിലും അതിമറന്നിരിക്കും. ആ പരമമായ
ബ്രഹ്മത്തിൽ ഒരാളും അസക്തനാകുന്നില്ല എന്നാണ് പറയണത്. അതിനാണ് കഷ്ടം എന്ന് മേൽപ്പത്തൂർ ഇവിടെ സൂചിപ്പിക്കണത്. ഇത്രയാണ് ഉപദേശഭാഗത്ത് പറയുക 8 ശ്ലോകങ്ങളായിട്ട്. അടുത്ത ശ്ലോകം കപിലോപദേശം ഇവിടെ ഉപസംഹരിക്കുകയാണ്. ഇതി സുവിധവേദ്യാം ദേവഹേ ദേവഹൂതിം കൃതനു തിമനുഹൃത്യ തുംഗതോ യോഗി സംഖ്യൈഃ വിമലമതിരധാസൗ ഭക്തിയോഗേന മുക്ത തുമപി ജനഹിതാർത്ഥം വർത്തസേ പ്രാഗുദീച്യാം. ഇപ്രകാരം അറിയേണ്ടതറിഞ്ഞപ്പോൾ, അതായത് ആ ഉപദേശം കൊണ്ട് തന്നെ, ആ ശ്രവണം കൊണ്ട് തന്നെ ദേവഹൂതിക്ക് അറിയേണ്ടതറിഞ്ഞു. അത്ര പക്വമാണെങ്കിൽ ശ്രവണം മാത്രം മതി എന്നാണ് പറയുക. നമ്മൾ അത്ര പക്വമാണെങ്കിൽ, ഒരു കർപ്പൂരം പോലെ ആണെങ്കിൽ, കർപ്പൂരം പെട്ടെന്ന് തീയിലേക്ക് കയറി പിടിക്കും അല്ലേ, അതുപോലെ നമ്മൾ പക്വമാണെങ്കിൽ ആ ഗുരുവിൻ്റെ ആ ശ്രവണം കൊണ്ട് മാത്രം നമുക്ക് അഹം ബ്രഹ്മാസ്മി എന്നുള്ള അനുഭവം ഉണ്ടാവും. അപ്രകാരം തന്നെ ഇവിടെ ദേവഹൂതി അത്രയും പക്വമായതുകൊണ്ട് കപിലൻ്റെ ഉപദേശം വളരെ പെട്ടെന്ന് അറിയാൻ സാധിച്ചു. ഇപ്രകാരം അറിയേണ്ടതറിഞ്ഞപ്പോൾ ദേവഹൂതിയെ അനുഗ്രഹിച്ചിട്ട് ആ കപിലനും യോഗികളോടുകൂടി യാത്രയായി. ആ മനഃശുദ്ധിയൊക്കെ ലഭിച്ച് ദേവഹൂതി ഭക്തിയോഗം കൊണ്ട് മോക്ഷത്തെയും പ്രാപിച്ചു എന്നാണ് പറയുക. അവസാനമായിട്ട് മേൽപ്പത്തൂരിൻ്റെ പ്രാർത്ഥനയാണ്. പരമ കിമുബഹൂക്ത്യ ത്വത്പദാംഭോജഭക്തിം സകലഭയവിനേത്രീം സർവകാമോപനേത്രീം വദസി ഖലു ദൃഢം ത്വം തദ്വിധീയുമയാന്മേ ഗുരുപവനപുരേശ ത്വയ്യുപാധൽ സ്വഭക്തിം. പരമ എന്ന് പറഞ്ഞ സർവോത്തമനായ ഭഗവാനെ, വളരെ കുറേ ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം? സർവകാമോപനേത്രി സകല ഭയവിനേത്രി ത്വത്പദാംബോജഭക്തി. അങ്ങയുടെ നിന്തിരുവടിയുടെ പാതാരവിന്ദങ്ങളെക്കുറിച്ചുള്ള ഭക്തി എല്ലാ ഭയങ്ങളെയും അകറ്റുന്നതാണ്, അതുപോലെ തന്നെ സകല അഭീഷ്ടങ്ങളും നൽകുന്നതുമാണ് എന്ന് ത്വം ദൃഢം ഖലു വദസി എന്ന് പറയുന്നു. അങ്ങ് തന്നെ ഉറപ്പിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ രോഗങ്ങളെയൊക്കെ മാറ്റിയിട്ട് ഗുരുവായൂരപ്പ അങ്ങയെക്കുറിച്ചുള്ള ഭക്തി, നിന്തിരുവിടിയെക്കുറിച്ചുള്ള ഭക്തി എനിക്ക് ഉണ്ടാക്കി തരണേ എന്നാണ് മേൽപ്പത്തൂരിൻ്റെ അവസാനമായിട്ടുള്ള പ്രാർത്ഥന. നമ്മുടെയും പ്രാർത്ഥന അതുതന്നെ ആയിരിക്കണം. നമുക്കും ഉണ്ടൊരു രോഗം. എന്താണ് നമ്മുടെ രോഗം? അജ്ഞാനമാണ് നമ്മുടെ രോഗം. ഞാൻ ശരീരമാണ്, ഞാൻ മനസ്സാണ്, ഞാൻ ബുദ്ധിയാണ്, ഞാൻ അഹങ്കാരമാണ് എന്നൊക്കെ പറയണത് തന്നെയാണ് നമ്മുടെ രോഗം. എന്താണ് ആ രോഗത്തിനുള്ള പരിഹാരം? ഞാനിതൊന്നും അല്ല എന്നറിയണത് തന്നെ. മനസ്സിനെ എങ്ങനെ അടക്കാം? മനസ്സിനെ അടക്കാൻ ബലമായിട്ട് മനസ്സിനെ അടക്കാൻ സാധ്യമല്ല. അങ്ങനെ അടക്കും തോറും മനസ്സ് കൂടുതൽ കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കും. അപ്പോൾ എങ്ങനെ മനസ്സിനെ അടക്കാം? നമ്മൾ മനസ്സല്ല എന്നറിഞ്ഞാൽ മാത്രം മതി. ചിത്തവൃത്തികൾ ഉണ്ടാകുമ്പോൾ ആ ചിത്തവൃത്തികൾ ആർക്കുണ്ടാവണോ എന്ന് വിചാരിച്ചാൽ മതി, അല്ലെങ്കിൽ ജപം ചെയ്താൽ മതി. കുറേ ജപം ചെയ്യും തോറും മനസ്സ് ശാന്തമായി വരും. അത് ശരണാഗതിയുടെ പാതയാണ്. ഈശ്വരനിലേക്ക് 2 പാതയാണ് ഗുരുക്കന്മാർ പറയുക. ഒന്ന് ശരണാഗതി, സെൽഫ് സറണ്ടർ, സമ്പൂർണ്ണ സമർപ്പണം. നമ്മൾ നമസ്കരിക്കണത് എന്തിനാണ്? ഭഗവാന്റെ മുമ്പിൽ. ഈ ശരണാഗതിയാണ് അവിടെ ലക്ഷണം. വാസ്തവത്തിൽ ഒറ്റ നമസ്കാരം മതി, വളരെ ആത്മാർത്ഥമായിട്ട് ഒറ്റ നമസ്കാരം, അത് മാത്രം മതി. എപ്പോഴും ഭഗവാനെ ഇങ്ങനെ നമസ്കരിക്കണം എന്നൊന്നുമില്ല. ആ ഒരേ ഒരു നമസ്കാരം, അത് വളരെ ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഇനി ഭഗവാൻ മാത്രമേ ഉള്ളൂ എനിക്ക് തുണ, അങ്ങാണ് എന്നെ നിയന്ത്രിക്കണത്. ശ്രീരാമകൃഷ്ണദേവൻ കാളിയുടെ ഉപാസകനായിരുന്നു. ശ്രീരാമകൃഷ്ണദേവൻ ശ്രീരാമകൃഷ്ണദേവൻ പറയും, അമ്മയാണ് യന്ത്രി, ഞാൻ കേവലം യന്ത്രമാണ് എന്ന് പറയും. എന്താ, ഒരു കളിപ്പാട്ടം പോലെ വെറും യന്ത്രമാണ് ഞാൻ. ആ അമ്മയുടെ കയ്യിൽ വെറും യന്ത്രം. അമ്മ എങ്ങനെ ചലിപ്പിക്കുന്നുവോ അങ്ങനെ ഞാൻ ചലിക്കും. ഏത് വഴിക്ക് ഞാൻ പോകണമെന്ന് അമ്മ വിചാരിക്കുന്നുവോ ആ വഴിക്ക് ഞാൻ പോകും എന്നാണ് ശ്രീരാമകൃഷ്ണദേവൻ പറയുക. അങ്ങനെ തന്നെയായിരുന്നു വിവേകാനന്ദ സ്വാമിയുടെ ഒക്കെ പാത.
അപ്പോൾ ആ ശരണാഗതി, ആരാണോ പൂർണ്ണമായിട്ട് ശരണാഗതി ചെയ്യണത് അവനെ സംരക്ഷിക്കും എന്നുള്ളത് എല്ലാ ഗ്രന്ഥങ്ങളും ഉറപ്പ് നൽകുന്നുണ്ട്. അഭയം സർവഭൂതാനാം ദദാം ഏതത് വ്രതം മമ എന്നാണ് രാമായണത്തിൽ പറയണത്. എന്നെ ആശ്രയിച്ച എല്ലാവർക്കും അഭയം ഞാൻ നൽകും എന്ന് രാമൻ പറയുന്നുണ്ട്. യോഗക്ഷേമം വഹാമ്യഹം എന്ന് ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയെ പറയുന്നുണ്ട്. എന്നെ പൂർണ്ണമായിട്ടും എന്നിൽ ആരാണോ ശരണാഗതനായിട്ടുള്ളത് അവൻ്റെ യോഗവും ക്ഷേമവും ഒക്കെ ഞാൻ തന്നെ നോക്കും എന്നാണ് പറയണത്. അടുത്ത പടിയാണ് ആത്മാന്വേഷണം എന്ന് പറയണത്. അത് ജ്ഞാനമാർഗമാണ്. ഞാൻ ആരാണ്, എൻ്റെ സ്വരൂപം എന്താണ് എന്ന് യുക്തിപൂർവം വിചാരം ചെയ്ത് അറിയണ പാതയാണ് ജ്ഞാനമാർഗം. മുമ്പ് പറഞ്ഞ നമ്മുടെ എല്ലാവരുടെയും മുമ്പിൽ ഞാൻ എന്ന് ഇങ്ങനെ മാറ്റമില്ലാതെ ഒരു വസ്തു സ്ഫുരിക്കുന്നുണ്ട്. അത് ഭഗവാൻ തന്നെയാണ്. ഭഗവാനെന്നോ ബ്രഹ്മെന്നോ ഈശ്വരനോ ആത്മാവെന്നോ കാളിയെന്നോ ഈശോന്നോ അള്ളാന്നോ എന്ത് വേണേ വിളിച്ചോളൂ, അത് ആ ഒരേ ഒരു വസ്തു തന്നെയാണ്. ആ വസ്തുവിനെ സാക്ഷാത്കരിക്കാനാണ് ഞാൻ ആരാണ് എന്നുള്ള വിചാരം. രമണ മഹർഷിയുടെ ഏറ്റവും വലിയ ഉപദേശമായിരുന്നു ഞാൻ ആര് എന്നുള്ളത്. കോഹം, ദേഹം നാഹം, കോഹം സോഹം എന്നാ പറയുക. ദേഹം ഞാനല്ല, പിന്നെ കോഹം ഞാൻ ആരാണ്, സോഹം അവനാകുന്നു ഞാൻ. ഇപ്പോൾ മണ്ഡലക്കാലാണ്, അയ്യപ്പന്മാർ വ്രതമൊക്കെ നോറ്റ് ശബരിമലയിൽ ചെല്ലുമ്പോൾ എഴുതി വെക്കുക എന്താ, തത്വമസി, തത് ത്വമസി, അത് നീ തന്നെയാകുന്നു. നീ തിരഞ്ഞു വന്ന വസ്തു എന്താണോ അത് നീ തന്നെയാകുന്നു, അത് നിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നു. ഈശ്വര സർവഭൂതാന ഹൃദ്ദേശേ അർജുന തിഷ്ഠതി എന്നാണ് പറയുക. ഭഗവാൻ എല്ലാ ഭൂതങ്ങളുടെയും ഹൃദയത്തിലിരിക്കുന്നു. ആ ഹൃദയത്തിലിരിക്കണമെന്നല്ല, ആ ഹൃദയം തന്നെയാണ് ഭഗവാൻ. അപ്പോൾ ഈ ഞാനാരാണ്, എൻ്റെ സ്വരൂപം എന്താണ്, ഓരോ ചിത്തവൃത്തികൾ വരുമ്പോഴും ഇതാർക്ക് വരണു, ഓരോ വികാരങ്ങൾ വരുമ്പോഴും ഇതാർക്ക് വരണു എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വരണു എന്ന് തോന്നും. എനിക്ക് വരണമെന്ന് തോന്നിയാൽ അടുത്ത പടി ആ എനിക്ക് എന്ന് പറയണ ആ ഞാൻ ആരാണ് എന്ന് കണ്ടെത്തലാണ്. അങ്ങനെ നിരന്തരം വിചാരം ചെയ്യുമ്പോൾ ഒരു സ്ഫൂർത്തി ഉള്ളിൽ തെളിയും. പിന്നീട് ആ സ്ഫൂർത്തിയെ ഇടതടവില്ലാതെ ചിന്തിച്ചുകൊണ്ടിരിക്കണം. ആ സ്ഫൂർത്തിയിൽ ഇരിക്കുന്തോറും ആ സ്ഫൂർത്തി എവിടെ നിന്നാണോ ഉദിക്കണത് അത് അഹംബോധത്തിൽ നിന്നാണ് ഉദിക്കണത്. നേരത്തെ പറഞ്ഞ അഹങ്കാരം, അഹം സ്ഫൂർത്തി, അഹംബോധം. അഹം സ്ഫൂർത്തി എവിടെ നിന്നാണോ ഉദിക്കണത് ആ സ്ഫൂർത്തി അവിടെ ചെന്ന് ലയിക്കും. ജപത്തിൻ്റെയും ലക്ഷ്യം ഇത് തന്നെയാണ്. സാധന, ജപം എന്ന് പറയുന്ന ഒരു സാധനയാണ് അല്ലേ? നിങ്ങളൊക്കെ ജപം ചെയ്യുന്നവരുണ്ടാവാം. 5 പടിയാണ് സാധനയ്ക്ക് പറയുക. പ്രഥമം ലക്ഷ്യം, അടുത്തത് അനുഷ്ഠാനം, പിന്നെ സഹകാരി കാരണങ്ങൾ, പിന്നെ ജ്ഞാനം, പിന്നെ കൃപ. ഇങ്ങനെ 5 പടിയാണ് സാധന ഉപാസനയ്ക്കൊക്കെ പറയുക. ആദ്യ പടിയാണ് ലക്ഷ്യം. നമ്മൾ ജപം ചെയ്യുവാണ്, അല്ലെങ്കിൽ എന്ത് സാധന, ഇപ്പോൾ ജപം എടുക്കണമെന്നേ ഉള്ളൂ, എന്ത് സാധനയാണോ ചെയ്യണത് അതിന് ലക്ഷ്യം വളരെ പ്രധാനമാണ്. ഭഗവത്ഗീതയിൽ പറയണത് വ്യവസായാത്മിക ബുദ്ധി അല്ലെങ്കിൽ നിശ്ചയാത്മിക ബുദ്ധി എന്നൊക്കെയാണ്. എന്താണ് ലക്ഷ്യം? എല്ലാ സാധനയുടെ ലക്ഷ്യം എന്താണ്? ഈശ്വര സാക്ഷാത്കാരമാണ് ലക്ഷ്യം. ഈശ്വരനെ അറിയണം എന്നുള്ള ആ ദൃഢമായ ആഗ്രഹത്തോടു കൂടിയാണ് എല്ലാ സാധനയും ചെയ്യേണ്ടത്. പല കാര്യങ്ങൾക്ക് വേണ്ടി ജപം ചെയ്യുന്നവരുണ്ട്, വിദ്യാഗോപാലാർച്ചന ചെയ്യുന്നവരുണ്ട്. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ മാത്രം ജപിച്ച് അവിടെ ലക്ഷ്യം എന്താ? സ്കൂളിൽ ധാരാളം മാർക്ക് കിട്ടണം, പരീക്ഷയ്ക്ക് ജയിക്കണം. ഇതൊക്കെയാണ് ആ സമയത്ത് ലക്ഷ്യം. അത് ആധ്യാത്മികമല്ല. കുട്ടികളുണ്ടാവണം എന്നുള്ള ലക്ഷ്യത്തോടെ മന്ത്രം കുറേ ജപിക്കുന്നവരൊക്കെ ഉണ്ട്, അതും ആധ്യാത്മികമല്ല. ഇപ്പോൾ പറഞ്ഞ കോളേജിൽ സംസ്കൃതം പഠിച്ചു, വേദാന്തത്തിൽ PhD എടുത്തു
എന്ന് പറഞ്ഞാൽ അതും ആധ്യാത്മികമല്ല. അപ്പം എന്താണ് ആധ്യാത്മികം? ഈ ജീവിതക്രമത്തിൽ ആ ജീവിക്കണത് തന്നെയാണ് ആധ്യാത്മികം. അപ്പോൾ ഇതാണ് ആദ്യപടിയായ ലക്ഷ്യം എന്ന് പറയുന്നത്. ആ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഉപാസന അല്ലെങ്കിൽ സാധന ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് ഫലത്തെ നൽകും, അല്ലെങ്കിൽ അതൊക്കെ നിഷ്ഫലമായി പോകും. അടുത്തപടിയാണ് അനുഷ്ഠാനം. അനുഷ്ഠാനത്തിൽ ഈ ജപമൊക്കെ വരും. അപ്പം അതിന് മുമ്പൊക്കെ ഒരു കാര്യമുണ്ട്, എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടും കൂടെ വേണം ജപം തുടങ്ങാൻ. ഭഗവാനെ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ഒരു വാക്യമുണ്ട്, ആശയെ അറുമിൻ ഈശ്വരനോടാകിലും ആശയെ അറുമിൻ. എല്ലാ ആശയവും ഉപേക്ഷിക്കുക, ഈശ്വരനെ പിടിച്ചുകൊണ്ട് എല്ലാ ആശകളെയും ഉപേക്ഷിക്കുക. എല്ലാ ആശയവും ഉപേക്ഷിച്ച് അവസാനം ഈശ്വരനെ വേണമെന്നുള്ള ആശയം കൂടെ ഉപേക്ഷിച്ച ബാക്കി എന്താണോ നിലനിൽക്കുന്നത് അതാണ് ഈശ്വരൻ എന്നാണ് പറയുക. അപ്പോൾ അതാണ് അനുഷ്ഠാനത്തിൻ്റെ പാത. മൂന്നാമതാണ് സഹകാരി കാരണങ്ങൾ. അവിടെയാണ് ആഹാരശുദ്ധിയൊക്കെ വരുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ ഇപ്പോൾ പറയണില്ല. അടുത്ത പടിയാണ് ജ്ഞാനം. കുറേ ജപം ചെയ്ത് വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ ജപം ചെയ്യുമ്പോൾ തുടങ്ങുന്നതിന് മുമ്പ് എത്ര കാലം ഇരുന്നാലും കുഴപ്പമില്ല, ഞാൻ ജപിച്ചോളാം എന്നുള്ളൊരു ഒരു ദൃഢത നമ്മൾ എടുക്കണം. കാരണം ഇപ്പോൾ കുറേ കോഴ്സുകളുണ്ട്, ഒരാഴ്ച കൊണ്ട് എന്തോ ആക്കിത്തരാം എന്നൊക്കെ പറഞ്ഞ് കുറേ സംഘടനകൾ കോഴ്സൊക്കെ നടത്തുന്നുണ്ട്. ഈ കോഴ്സ് കൊണ്ടൊന്നും അതൊന്നും ആധ്യാത്മികമല്ല. അതുകൊണ്ടൊന്നും ഈശ്വര സാക്ഷാത്കാരം കിട്ടണതല്ല. അതൊന്നും വേദം ഉപദേശിക്കണ മാർഗങ്ങളുമല്ല. അതൊക്കെ പെട്ടെന്ന് എന്തോ സൂത്രപ്പണിയുണ്ട്. ഈ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ലൈഫിൽ നിന്നൊരു മോചനം, ആ സമയത്ത് മനസ്സൊന്ന് ശാന്തമാകുമ്പോൾ എന്തോ ഒരു സുഖം കിട്ടും, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ പതഞ്ജലി പറയണത് സത്തു ദീർഘകാല നൈരന്തര്യ സത്കാരോ സേവിതോ ദൃഢഭൂമി എന്നാണ്. എത്ര കാലം വേണേലും ഞാൻ ചെയ്യാം, എന്തനുഷ്ഠാനമാണോ ഗുരു പറയണത് അത് ഞാൻ ചെയ്തു കൊള്ളാം എന്നുള്ള ആ ഉറപ്പ്, വളരെ കാലം ചെയ്യാം എന്നൊരു ഉറപ്പുണ്ടെങ്കിൽ ഈശ്വര സാക്ഷാത്കാരം വേഗം ഉണ്ടാവും. പക്ഷേ എനിക്ക് പെട്ടെന്ന് വേണമെന്നാണ് ആഗ്രഹമെങ്കിൽ ഉണ്ടാവാനും പോണില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അടുത്തപടിയാണ് ജ്ഞാനം. അപ്പോൾ ഈ ജപം ചെയ്ത് നേരത്തെ ഞാൻ ആരാണ് എന്ന് പറയണ ആ തലത്തിലേക്ക് തന്നെയാണ് ജപവും ചെന്നെത്തണത്. ആ അഹം സ്ഫൂർത്തി ഉള്ളിൽ ഉദയം ചെയ്യും, ഒരാനന്ദം ഉള്ളിൽ വന്നു തുടങ്ങും. നമുക്ക് വിവരിക്കാൻ പറ്റാത്ത ഒരാനന്ദം, ചിത്ത്. യോഗികൾ കുണ്ടലിനി എന്നൊക്കെ പറയണത് അതിനെയാണ്. നമ്മൾ വേറെ എന്തൊക്കെയോ കണക്ക് കൂട്ടിയിട്ടുണ്ട്, അതുള്ളിലെ ആനന്ദം തന്നെയാണ്. അങ്ങനെയും കുറേ കാലം ജപം ചെയ്യും. നാലാമത്തെ പടിയാണ് ഈ പറഞ്ഞ 3 പടി ഉപാസനയുടെ പടിയാണ്. നാലാമത്തെ പടിയാണ് ജ്ഞാനം എന്നുള്ള പടി. കുറേ കാലം ഇങ്ങനെ ഉപാസന ചെയ്യുമ്പോൾ നാലാമതായിട്ട് ഒരു സമയത്ത് നമുക്ക് പെട്ടെന്ന് ഒരു ജ്ഞാനം, ഒരു ഗ്ലിംസ് പോലെ ഉണ്ടാവും എന്നാണ് പറയുക. പക്ഷേ അത് കുറേ നേരം നിലനിൽക്കണതല്ല, പെട്ടെന്ന് തന്നെ മറഞ്ഞു പോകും. ആ സമയത്തൊരു പെടച്ചിലുണ്ടാവും നമുക്ക്. കാരണം നമ്മൾ ഈശ്വരനെ അറിയുകയും ചെയ്തു, പക്ഷെ തിരിച്ച് ഈ ലോകത്തിലേക്ക് വരികയും ചെയ്തു. അപ്പം ഇനി ലോകകാര്യങ്ങൾ ശരിക്കും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈശ്വരനെ പൂർണ്ണമായിട്ട് അറിഞ്ഞോ എന്ന് ചോദിച്ചാൽ ഈശ്വരനെ അറിഞ്ഞിട്ടുമില്ല. അതാണ് ഈ അമ്മാത്തു നിന്നിറങ്ങി ഇല്ലത്തേക്ക് എത്തിയില്ല എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്. അത് ഇതിനെ പറയണതാണ്. അതാണ് ജ്ഞാനത്തിൻ്റെ പടി. അടുത്ത പടിയാണ് കൃപ. ഈ ജ്ഞാനത്തിൻ്റെ പടിയിൽ കുറേ ഭക്തന്മാർ, പേടി തോന്നണ്ട പറയുമ്പോൾ, കുറേ ഭക്തന്മാർ ആത്മഹത്യക്കൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. കാരണം അവർക്ക് ജ്ഞാനം കിട്ടി, ആ സത്യത്തെ അറിഞ്ഞു, ആ പരിപൂർണമായ ആനന്ദത്തെ അറിഞ്ഞു, പക്ഷേ അത് നഷ്ടപ്പെട്ടു പോയി. നമുക്ക് വളരെ വലിയൊരു നിധി കിട്ടി, അത് നഷ്ടപ്പെട്ടു പോയാൽ എങ്ങനെയാണോ നമ്മുടെ അവസ്ഥ, ആ അവസ്ഥയാണ് ആ ഒരു നിമിഷത്തേക്ക് ആ ഗ്ലിംസ് ഉണ്ടായിട്ട് മറഞ്ഞു പോണത്. പിന്നെ ഒരു പെടച്ചിലാണ്. പിന്നെ നമുക്ക് ജ്ഞാനം കിട്ടണമെങ്കിൽ നമ്മുടെ കർത്തവ്യം, നമ്മുടെ
നമ്മുടെ കഴിവ് അവിടെ പോയി, നമുക്ക് പിന്നെ ഒന്നും ചെയ്യാനില്ല. പിന്നെ ഭഗവാന്റെ കൃപ തന്നെയുള്ളൂ ആശ്രയം. അപ്പോൾ അടുത്ത പടിയായിട്ടുള്ള കൃപ, ആ കൃപാശക്തി ഉണരും. രുക്മിണി സ്വയംവരം കഥയുണ്ട്. രുക്മിണി സ്വയംവരം കഥ ഇതിനെ പറയണതാണ്. എല്ലാ ശാസ്ത്രങ്ങളും അർത്ഥഗർഭങ്ങളാണ് എന്നാണ് പറയുക. കാരണം നമ്മൾ കഥകൾ മാത്രം എടുക്കുക, എല്ലാ കഥയുടെ പുറകിലും വലിയ തത്വമുണ്ട്. രുക്മിണി സ്വയംവരം കഥ ഈ ജ്ഞാനം കഴിഞ്ഞിട്ടുള്ള കൃപയെക്കുറിച്ച് പറയുന്ന കഥയാണ്. രുക്മിണി ദേവിക്ക് കൃഷ്ണനെ വേണം എന്നുള്ള അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല. ഇത് തന്നെയാണ് ജ്ഞാനത്തിൻ്റെ പതി. എനിക്ക് ജ്ഞാനം കിട്ടി, പക്ഷേ എനിക്ക് പിന്നെ ജ്ഞാനം കിട്ടണില്ല. അപ്പോൾ എന്ത് വേണം? ഭഗവാൻ ഇങ്ങോട്ട് വരണം. അതാണ് രുക്മിണിയെ സ്വീകരിക്കാൻ ഭഗവാൻ രുക്മിണിയുടെ അടുത്തോട്ട് ചെന്നു എന്ന് പറയണത്. അപ്പോൾ ഇവിടെ അതെ, ഭഗവാൻ നമ്മളിൽ തന്നെ ഇരുത്തും ആ കൃപാശക്തി കൊണ്ട്. ഈ കൃപാശക്തി കൊണ്ടാണ് ആദ്യത്തെ ആ സാധന തന്നെ തുടങ്ങുന്നത്. കൃപ ഉണ്ടെങ്കിലേ ഇത്തരം സത്സംഗങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ, ഇത്തരം ജപം ചെയ്യാൻ നിങ്ങൾക്ക് തോന്നുള്ളൂ, ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാവുള്ളൂ. ഭഗവാൻ വിചാരിച്ചാലേ ഭഗവാനെ കിട്ടുള്ളൂ എന്നാണ് പറയുക. ഭഗവാന്റെ കൃപ ഉണ്ടായാലേ ഭഗവാനെ കിട്ടുള്ളൂ എന്നാണ് പറയുക. നമുക്കെല്ലാവർക്കും കൃപയുണ്ട്. കാരണം അതാ പറഞ്ഞത്, കൃപ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ എല്ലാവർക്കും ഒത്തുകൂടാൻ സാധിക്കണത്. അപ്പം നമ്മുടെ പ്രാർത്ഥനയും മേൽപ്പത്തൂർ ഇവിടെ പറഞ്ഞതുപോലെ എൻ്റെ രോഗങ്ങളെ മാറ്റിയിട്ട് ഭക്തി ഉണ്ടാക്കി തരണേ എന്ന് തന്നെയാണ്. എൻ്റെ അജ്ഞാനമാകുന്ന രോഗത്തെ മാറ്റിത്തരണേ, ജ്ഞാനത്തെ തരണേ എന്നുള്ളതാണ് പ്രാർത്ഥന. നമുക്ക് ലോകത്തിൽ ദുഃഖത്തെ ഇല്ലാണ്ടാക്കാൻ സാധ്യമല്ല. ഒരു കാര്യമുണ്ട്, ആത്മജ്ഞാനം നേടിയാൽ ദുഃഖം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ പ്രകൃതി, നമ്മുടെ പ്രാരാബ്ധം ഒരിക്കലും മാറില്ല. ശ്രീരാമകൃഷ്ണദേവനായിക്കോട്ടെ, രമണ മഹർഷി ആയിക്കോട്ടെ, അവരൊക്കെ ജ്ഞാനികളായിരുന്നു, അവരൊക്കെ ഈശ്വരനെ അറിഞ്ഞവരായിരുന്നു. പക്ഷെ അവർക്കൊക്കെ ഘോരമായ രോഗങ്ങൾ വന്നിട്ടുണ്ട്, ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഭഗവാനോട്, ഭഗവാനെ എനിക്ക് അസുഖങ്ങളൊന്നും വരുത്തരുതേ എന്ന് പറയുന്നുള്ള യാതൊരു അർത്ഥവുമില്ല. കാരണം വലിയ ജ്ഞാനിമാർക്ക് വരെ അസുഖങ്ങൾ വരുന്നുണ്ട്, രോഗങ്ങൾ വരുന്നുണ്ട്. പക്ഷേ അവരെ അതൊന്നും ബാധിക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം. ദുഃഖം നമ്മളെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ, അല്ലാണ്ട് ദുഃഖത്തെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. മുമ്പ് പറഞ്ഞ പോലെ ലോകത്തിൻ്റെ സ്വഭാവമാണ് ദുഃഖം എന്നുള്ളത്. ഇത് വളരെ എളുപ്പമായിട്ടുള്ള കാര്യമാണ്. എന്താ വേണ്ടത്? നമുക്ക് ഭഗവാനെ വേണം എന്നുള്ള ആഗ്രഹം മാത്രം മതി. ഈശ്വരൻ എന്താണ്? മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള ആ ബോധം തന്നെയാണ് ഈശ്വരൻ. ഞാനെന്നുള്ള അനുഭവം തന്നെയാണ് ഈശ്വരൻ. ആ ഉള്ളിൽ ഈശ്വരനെ അറിഞ്ഞാൽ പിന്നെ പുറമെ ഒക്കെ ഈശ്വരനെ അറിയാൻ സാധിക്കും, പുറമെ ഒക്കെ ഈശ്വരനെ കാണാനും സാധിക്കും. അമ്പലത്തിൽ മാത്രമല്ല ഈശ്വരനുള്ളത്, നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഈശ്വരൻ. രമണ മഹർഷി പറയും, ഈ ആത്മവിദ്യ വളരെ സുലഭമാണ്. അയ്യേ അതിസുലഭം, ആത്മവിദ്യ അയ്യേ അതിസുലഭം എന്നാണ് പറയുക. വളരെ എളുപ്പമാണ്. എന്ത് വേണം? കൃപ വേണം. ആ കൃപ ഉണ്ടെങ്കിൽ ഇതെല്ലാം വളരെ എളുപ്പമാണ്. തപോവനസ്വാമികളോട് ചോദിക്കുന്നുണ്ട്, ഭഗവാനെ അറിയാൻ എത്ര നേരം വേണം? 1 സെക്കൻഡ് മതി എന്നാ പറയുക. ഒറ്റ സെക്കൻഡ് മതി. കഴിഞ്ഞൊടുക്കുന്ന ആ വേഗത്തിൽ ഭഗവാനെ അറിയാൻ സാധിക്കും. എങ്ങനെ അറിയാൻ സാധിക്കും? ഭഗവാനെ വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അറിയാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ എനർജി, നമുക്ക് ധാരാളം എനർജി ഭഗവാൻ തന്നിട്ടുണ്ട്. ആ എനർജിയെ ഭഗവാനെ അറിയാൻ വേണ്ടി കൂടെ ഉപയോഗിക്കണം എന്നാണ് മേൽപ്പത്തൂർ ഇവിടെ പറയണത്. അതിനുള്ള കൃപ ഭഗവതി തന്നെ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകളെയൊക്കെ ദേവിയുടെ പാതാരവിന്ദങ്ങളിൽ, ഗുരുക്കന്മാരുടെ പാതാരവിന്ദങ്ങളിൽ തന്നെ സമർപ്പിക്കുന്നു.
നിങ്ങൾക്കിപ്പോൾ പറഞ്ഞതിൽ ഇപ്പോൾ ഒന്നും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം മനസ്സാണ്. ഈ മനസ്സിനെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് അടക്കുക എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം. അതിനെ അടക്കുക എന്നുള്ളത്, ശാന്തി കിട്ടുക എന്നുള്ളത് ഈശ്വര സാക്ഷാത്കാരത്തിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഞാൻ 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 എന്നുള്ള ബോധമാണ്. ഇത് മാത്രം അറിഞ്ഞാൽ മതി. ആ ഒരു ഉറപ്പ് നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമുക്കത് എന്തെങ്കിലുമൊക്കെ തെളിഞ്ഞുകൊള്ളും എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകളെ ഗുരുക്കന്മാരിൽ തന്നെ സമർപ്പിക്കണു. ഓം പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം നിർമ്മലം നിശ്ചലം ശാന്തം ശ്രവണമാത്രേണ ഗോചരം സത്യജ്ഞാനാനന്ദരൂപം തം ബോധം രമണം ഭജേ.